ഹലോ. സ്റ്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. അത് മാത്രമല്ല ഇത് നടന്നത് ലക്ഷദ്വീപിലാണ്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ആ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരോട് കുറേ പേരോട് ഞാൻ ചോദിച്ച് ഭൂരിഭാഗം പേരും പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതെന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. എനിക്ക് ഈ കഥ മുഴുവനും സത്യമായിട്ട് തോന്നുന്നില്ല, എന്നാൽ നിങ്ങൾ ആഗ്രഹമുള്ള കുറേ പേർക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഇത് ലക്ഷദ്വീപിലെ ആൾത്താമസമുള്ളൊരു ദ്വീപ്. അവിടെ സ്കൂളുകളും കോളേജുകളുണ്ട്. കൂടാതെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഹോസ്റ്റലിൽ നടന്നൊരു സംഭവമാണ്. അതുപോലെ എല്ലാ കുട്ടികളും ഓരോ കളിയിൽ ഏർപ്പെട്ടു. ത്രോ ബോൾ, ഉപ്പ് കളി, അങ്ങനെ പലതിലും. അപ്പോൾ ആ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും റൂമിലോട്ട് പോയി. ഏകദേശം മഗ്‌രിബിനോടടുത്ത്. ആ സമയത്ത് ഒരു പെൺകുട്ടി മാത്രം അവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് എന്തോ തന്നെ നോക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ എന്തോ ഒരു കറുത്ത രൂപം പോലും. എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എന്തോ അസ്വസ്ഥതയായിട്ട് ആ കുട്ടി റൂമിലോട്ട് കിടന്നു. പിന്നീട് നിസ്കരിക്കാനായിട്ട് വുളു എടുത്ത് ചെന്നപ്പോൾ എന്തോ ഈ കുട്ടി ഒരു വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കൂട്ടുകാരെല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടിയോട് കുറേ സംസാരിക്കാൻ നോക്കി. പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ എന്തോ പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പല രാത്രികളിലും മറ്റു റൂമിലെ കുട്ടികളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. വാതിൽ മുട്ടുകയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും കൂട്ടുകാർക്ക് തോന്നി എന്തായാലും ഇതിന് ഒരു ഉസ്താദിനെ വിളിച്ച് പരിഹാരം കാണണം. അങ്ങനെ ഒരു ഉസ്താദ് വന്നു. ഈ കുട്ടിയുടെ മേലിൽ കുറേ മന്ത്രങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതി. എന്നിട്ട് പിന്നീട് ഈ കുട്ടിക്ക് ബോധം വന്നു. നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കുറേ രാത്രി ഈ കുട്ടിക്ക് ഉറക്കമില്ലാത്തതിനാൽ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി മയങ്ങി. അതിനുശേഷം ഉസ്താദ് കൂടെയുള്ള റൂമിലെ കുട്ടികളോടായി പറഞ്ഞു, ഇവിടെ ഞാനൊരു മുസാഫ് വയ്ക്കാം. ആ മുസാഫ് റൂമിൽ നിന്ന് എടുത്ത് മാറ്റുകയോ അതിൻ്റെ സ്ഥലം മാറ്റി വയ്ക്കുകയോ ചെയ്യരുത്. അങ്ങനെ ആ റൂമിൽ ഒരു ഭാഗത്ത് ഒരു ചെയറിലായിട്ട് മുസാഫ് വെച്ചു. അത് ചില സമയത്ത് പുതച്ചു മൂടുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടി നോർമലായിട്ട് പെരുമാറാൻ തുടങ്ങി. പിന്നീട് ആർക്കും ഒരു ശല്യമാവാതെയായി.